ദേശാടനത്തിലൂടെ, പൂക്കാലത്തിലൂടെ, ഏകലവലിലൂടെയെല്ലാം നാം കണ്ട മുഖമാണ് വിജയരാഘവൻ. My name is Ramji Rao. Ramji Rao speaking. കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമൊന്നും നീ ധരിക്കരുത്. എന്നാൽ അത് മാത്രമായിരുന്നു വിജയരാഘവൻ. അതിനപ്പുറം അദ്ദേഹത്തിന്റെ ഉള്ളിലെ അഭിനയ സിദ്ധി പുറത്തെടുക്കാൻ യോജിച്ച കഥാപാത്രങ്ങൾ ലഭിച്ചില്ല എന്നതാണ് സത്യം. ഏകലവലിലെ ഏറാടിക്കറിയ എന്ന കഥാപാത്രം ഹിറ്റായതോടെ സമാനമായ കുറെ അച്ചായൻ വേഷങ്ങൾ, ഇടയ്ക്ക് കുറെ പോലീസ് വേഷങ്ങൾ. വിജയരാഘവൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പലരും എഴുതിത്തള്ളി. എന്നാൽ എഴുതിത്തള്ളിയവരെ അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചു. തൻ്റെ കാലം തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ് കിഷ്കിന്ധാകാന്ഡം എന്ന ഏറ്റവും പുതിയ സിനിമയിലൂടെ. ഈ ചിത്രത്തിൽ അഭിനയിച്ചവരെല്ലാം അവരവരുടെ ഭാഗം ഗംഭീരമാക്കി എന്നതൊരു വസ്തുതയാണെങ്കിലും വിജയരാഘവൻ എല്ലാവരെയും പിന്തള്ളി ഒരുപാട് മുന്നേറി. കഥാപാത്രത്തിൻ്റെ കരുത്തിനൊപ്പം അതിനെ തനത് ശൈലിയിൽ നിന്ന് വേറിട്ടതാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിക്ക് ഈ പ്രായത്തിലും കുറവ് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് NN പിള്ള അനശ്വരമാക്കിയ അഞ്ഞൂറാൻ എന്ന കഥാപാത്രവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു സാമ്യവുമില്ലെങ്കിലും കിഷ്കിന്ധാകാന്ഡത്തിലെ അപ്പുപിള്ള എന്ന കഥാപാത്രം അഞ്ഞൂറാനെ ഒരിക്കൽ കൂടി മറ്റൊരു തലത്തിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചു. പരസ്പര വിഭിന്നമായ കഥാപാത്രങ്ങളെ അത് അർഹിക്കുന്ന തലത്തിൽ സ്വയം ഡിസൈൻ ചെയ്യാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ വിജയരാഘവൻ എന്ന നടന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ കിഷ്കിന്ധാകാന്ഡത്തിൽ അപ്പുപിള്ള എന്ന ഒരേയൊരു കഥാപാത്രം മാത്രം മതിയാകും. അത്ര കണ്ട് മികച്ചതാണ് ആ പ്രകടനം. തിരക്കഥാകൃത്തും സംവിധായകനും ചേർന്ന് വിഭാവനം ചെയ്യുന്നതിനപ്പുറം നടൻ ഒരു കഥാപാത്രത്തെ പിടിച്ചുയർത്തുന്ന തൻ്റെ എക്കാലത്തെയും വലിയ മാതൃകയായി ഈ വേഷം പ്രകീർത്തിക്കപ്പെടും.